മാതാപിതാക്കളുടെ മനസ്സ് തളർത്തിക്കളയുന്ന മക്കൾ പുതിയ തലമുറയിൽ കണ്ടുവരികയാണ്. വല്ലാത്ത വിഷമമുണ്ട്, വേദനിക്കുന്ന കഥകളാണ്. നിങ്ങൾ കേട്ട് കാണും, ഒരു ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുന്ന 18 വയസ്സുള്ള പെൺകുട്ടി ആ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടി, ആ ഉമ്മാന്റെ നെഞ്ചിലേക്ക് ചവിട്ടിയുമ്പോൾ മോളെ, വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മ മോളെ എന്ന് വിളിച്ചു. മുസൽമാൻ, നമ്മുടെ മലയാള മണ്ണിൽ നടന്ന കഥയാണ് ഞാൻ പറയുന്നത്. മോളെ, നിന്റെ ഉമ്മയാണ് നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. ആ 18 കഴിഞ്ഞ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഉമ്മാന്റെ കൂടെ പോകില്ല, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. ഉടനെ തന്നെ ആ പെൺകുട്ടി കാമുകന്റെ കൈ പിടിച്ചു പോകുമ്പോൾ ഉമ്മ കാൽക്കലേക്ക് വീണു. ഓ യുവാക്കളെ, പൊന്നുമകളുടെ കാൽക്കലേക്ക് വീണ് 2 കാലും കൂട്ടിപ്പിടിച്ച് മോളെ എന്ന് വിളിക്കുമ്പോൾ മകളുടെ 2 കാലിനിടയിലാണ് ഉമ്മയുടെ തല. പക്ഷേ ആ പെൺകുട്ടി ചവിട്ടുന്നത് കാണണം ചെറുപ്പക്കാരെ. ആ ഉമ്മാന്റെ തലയിലേക്ക് ചവിട്ടുന്ന, ഉമ്മയുടെ കഴുത്തിലേക്ക് ചവിട്ടുന്ന ഉമ്മാക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ആ ഉമ്മാന്റെ മാറിടത്തിൽ 2 കൊല്ലത്തോളം ഈ പെൺകുട്ടിക്ക് മുല കൊടുത്ത ഉമ്മ ആ ഉമ്മയുടെ മാറിടത്തിലും അങ്ങ് ചവിട്ടിയപ്പോൾ ആ ഉമ്മ വേദന കൊണ്ട് കൈവിട്ടു മലർത്തി കണ്ണീരൊടുക്കി. ഓ എന്റെ പെങ്ങളെ, ആ ഉമ്മാനെ ചവിട്ടി തുറപ്പിച്ച് ഈ പെൺകുട്ടി മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. മോളെ, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിച്ചിട്ട് നീ മരിക്കൂ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. മോളെ, കളിക്കരുത്, അരുത്, അരുത്. നിന്റെ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടരുത്. കോട്ടൂരു സാധന പോലെയുള്ള മഹാന്മാരുടെ വാക്കുകളുണ്ട്. അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും തന്നെ ഒരു 15 കൊല്ലം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെയുള്ള പ്രസംഗം നടത്തേണ്ട ഒരാവശ്യവുമില്ല. ഇന്നോ കാരവന്മാരെ, ദീനിന്റെ പടയാളികളെ, മഹാന്മാരുടെ പാദസ്പർശം ഏറ്റുപോയ കാസർഗോഡിന്റെ മണ്ണിലും പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകൾ വ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിതാക്കളെ, കണ്ണു തുറക്കേണ്ടവരെ നമ്മളാണ്, ചിന്തിക്കേണ്ടവരെ നമ്മളാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മോളെ, എന്റെ മക്കളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മോളെ, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു മോളെ, അവൻ്റേത് കഴിയുമ്പോൾ അവൻ നീ മാത്രമായിരിക്കില്ല, ആ ചെറുപ്പക്കാരന് നീ മാത്രമായിരിക്കില്ല, അവന് നിന്നെ പോലത്തെ കുറെ പെൺകുട്ടികൾ ഓർക്കണം മോളെ. നിന്നവൻ ചതിക്കുകയാണ്, വഞ്ചകനാണവൻ, ചതിയനാണവൻ. മോളെ, നിന്നവൻ ചതിക്കുകയാണ്. നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയിട്ട് ആ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ, അവൻ്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും, അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആർക്കും വേണ്ടാത്തവളായി നീ റോഡരികിലോ മറ്റോ കിടക്കുമ്പോൾ മോളെ, ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ എൻ്റെ മക്കളോട്, കാസർഗോഡിന്റെ മണ്ണിലുള്ള പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമക്കളോട്, മോളെ, അവൻ്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോൾ ആർക്കും വേണ്ടാത്തവളായി, കുടുംബത്തിന് വേണ്ടാത്തവളായി, നാട്ടുകാർക്ക് അത്രയും വേണ്ട നീ. പക്ഷേ ഏത് വ്യക്തി നിന്നെ കൈയൊടിഞ്ഞാലും ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു ജീവിയെ അല്ലാഹു തആല പടച്ചിട്ടുണ്ട്. മോളെ, ആ ജീവി നിന്റെ അരികിലേക്ക് വരും, നിന്റെ മുഖത്ത് നോക്കിയിട്ട് മോളെ എന്ന് വിളിക്കും, നിന്നെ അടച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കും. വിഷന്നൊട്ടിയ നീ ആർത്തിയോടെ കടിക്കുമ്പോൾ നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കരയും. ആരാണെന്നറിയോ മോളെ? നിന്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത്, കാമുകനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഉമ്മ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞപ്പോ മോളെ, നിന്റെ കാൽക്കലേക്ക് വീണ ഉമ്മയില്ലേ, ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും എൻ്റെ പെൺമക്കളെ, ഉമ്മാക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് ജീവനോടെ കൊത്തിമുറിക്കുന്നുവെങ്കിൽ മോളെ, നിന്റെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് മോളെ ഉമ്മ നിന്നെ പ്രസവിച്ചിട്ടുള്ളത്. ഈ പ്രസംഗിക്കുന്നവനെ എൻ്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ എൻ്റെ
എന്റെ നെഞ്ചത്തുള്ള എല്ലുകൾ മുറിച്ചു മാറ്റുന്ന ആ സമയത്തുള്ള വേദനയെക്കാളും വലിയ വേദന എന്റെ ആൺകുട്ടികളോട് പറയുന്നു, മക്കളെ, ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ നെഞ്ചത്തെ ചവിട്ടേട്ട് ഏതെങ്കിലും ഒരു വേഷപ്പെണ്ണുമായി വീട്ടിലേക്കോ കുടുംബത്തിലേക്കോ കയറി ചെല്ലുന്നുവെങ്കിൽ മോനെ, അപകടമാണോ എൻ്റെ കുട്ടിയോട്, എൻ്റെ അനുജനോട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ കുട്ടികളിലേക്ക്, പെൺമക്കളിലേക്ക് തന്നെ ഇറങ്ങി വരികയാണ്. മോളെ, നിന്റെ ശരീരത്തിലുള്ള 20 25 നരമ്പുകൾ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടുവന്ന് നിന്റെ തൊലികൾ മുറിച്ചു മാറ്റിയിട്ട് നരമ്പുകൾ അങ്ങ് ഊരി വലിച്ചെടുക്കുന്നുവെങ്കിൽ എൻ്റെ പെൺമക്കളെ, നിങ്ങളുടെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന മോളെ, ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടുന്നത് ഊരു ചുറ്റി നടക്കുന്നൊരു ചെക്കിന് വേണ്ടിയിട്ടോ? അവൻ വല്ല സ്ഥിരതയുമുണ്ടോ? മോളെ, അവൻ കൊട്ട് വല്ല മംഫഅത്ത്, നിന്നിലുള്ള ആ സുഖം അവൻ വേറെ പെണ്ണിനെയും നോക്കി നടക്കുന്നുണ്ട്. ഓർക്കണം മോളെ. പക്ഷേ ഊരു ചുറ്റി നടക്കുന്ന ഈ ചെക്കന് വേണ്ടിയിട്ട് നിന്റെ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടുന്നുവെങ്കിൽ അതിലേറെ ഉമ്മയെക്കാളും പാവമാണ് നിന്റെ സാധുവായ ഉപ്പ. ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. മോളെ, നിന്നെ പ്രസവിച്ചതു മുതൽ ആദ്യമായൊരു മോതിരം കൊണ്ടുവന്നത് വാപ്പയാണ്. നിനക്കൊരു വള വാങ്ങിത്തന്നത്, നിനക്കൊരു മാല വാങ്ങിത്തന്നത്, നിന്നെ കല്യാണ സമയം 10 പവൻ ഉണ്ടാക്കി തന്ന ഉപ്പ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പ. ആ വാപ്പയെ സമൂഹത്തിൽ നാണം കെടുത്തിട്ട് ആ ഉപ്പാക്ക് തലപൊക്കി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വാപ്പയെ വഷളാക്കിക്കൊണ്ട് ഏതോ ഒരുത്തലിന് വേണ്ടി ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിക്കുമോളെ, നീ അനുഭവിക്കുമ്പോണ്ടേ. നീ ഖാലിഖായ റബ്ബ് പിടിച്ചിട്ടേ നിന്നെ വിടൂ. മോളെ, അരുത്. ഒരിക്കലും തന്നെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, മാതാപിതാക്കളെ കരയിപ്പിക്കരുത്, മാതാപിതാക്കളെ വഷളാക്കരുത്. മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ. നോക്കൂ മക്കളെ, മാതാപിതാക്കൾ ആരാണ്? അഭിവന്ദരായ ഉസ്താദ് അടക്കമുള്ളവരെ ഞാൻ ഇരുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്. മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു. ദീനിന്റെ പടയാളികളെ, ഈ വഅദ് പറയുന്നവനെങ്ങാനും എൻ്റെ ഉമ്മ ഉപ്പ ആ മുത്തുകൾ എന്ന് വഅദ് പറയുമ്പോൾ രണ്ടുപേരും പള്ളിക്കാട്ടിലാണ്. പടച്ചവരെ, ഉപ്പാപ്പയുടെ സഈദ് ഉപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് മാതാപിതാക്കളുടെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ സ്വർഗമാക്കണേ റബ്ബേ. ഈ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും മാതാപിതാക്കളെയും ഞങ്ങളെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. എന്താണ് സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു നോട്ടം നോക്കി ഉപ്പാ ഉമ്മ എന്ന് ഇന്നത്തെ തലമുറ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, ചെറുപ്പക്കാരായ മക്കളെ, നാം അറിയാതെ പോയി, നമുക്കും അറിയാതെ പോയി. നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കുന്നുവെങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരു ഹജ്ജ് എന്നല്ല പറഞ്ഞത്, മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട പിതാക്കളെ, 8 ലക്ഷം മുടക്കി, 5 ലക്ഷം മുടക്കി 40 ദിവസം അറഫ, മിന, മുസ്ദലിഫ എല്ലാ സ്ഥലവും പോയി ഇബാദത്തെടുത്തു വന്നാലും മബ്റൂറായ ഹജ്ജ് എന്ന് പറയാൻ പറ്റുമോ? ഉമ്മ ഉപ്പ ആ മുത്തുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടൊരു നോട്ടം നോക്കുന്നവന് മബ്റൂറായ ഹജ്ജ് ചൊല്ലണേ നാട്ടുകാരെ. മുഹമ്മദ് മുസ്തഫ, നിങ്ങൾക്ക് ശബ്ദല്ലേ? ഉറക്കെ ചെല്ലുന്നു. നിങ്ങൾ നല്ല സ്റ്റോകളുള്ള ടീമാണ് കാസർകോട്ടേര്. മുഹമ്മദുർ റസൂലുള്ളാഹി മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജത്തൻ മബ്റൂറാ. ഒരാൾക്കും തർക്കല്ല. ഉപ്പാപ്പാന്റെ ഹദറത്തിൽ വെച്ച് ഞാൻ പറയുന്നു, വലിയ മഹാനാണ് ഇവിടെ കിടക്കുന്നത്. അവിടുത്തെ ഹദറത്തിൽ വെച്ച് ഞാൻ പറയാ, മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കാൻ കഴിഞ്ഞാൽ ഒരു ഹജ്ജ് എന്നല്ല, മബ്റൂറായൊരു ഹജ്ജ്. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ
ഹജ്ജ് കഴിഞ്ഞ് വരുന്നവർക്കാണ് ആ പേര് പറയുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ആ ഉമ്മ ഉപ്പ അവരെ വേദനിപ്പിക്കാൻ പറ്റുമോ? അതിലേറെ നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ലുഖ്മാൻ, ചൊല്ലടേ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഇടമുള്ള മോനെ വിളിച്ചു. മോനോട് പറഞ്ഞു, മോനെ, ഉപ്പാക്ക് കാര്യമായി ഭൂമിയിൽ ഒരു ആഗ്രഹമൊന്നുമില്ല, ഒരു ആഗ്രഹം എനിക്കുണ്ട് മോനെ, അതെൻ്റെ മോനെ കൊണ്ട് കിട്ടിയെങ്കിൽ ഉപ്പാ ആ പാറക്കല്ല് വലിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി നോക്കും, കിട്ടോ കിട്ടില്ലെന്നുള്ള വേറെ കാര്യമാണ്. മോനെ, അതല്ല, മോനെ, ഈ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പൊന്നുമകൻ സ്വർഗത്തിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുമോ? അല്ലോ, വാപ്പാക്കത്തൊരു മോനും മോൻക്കൊത്തൊരു വാപ്പയും. ഈ വാപ്പ പറയ, മോനെ, സ്വർഗത്തിൽ പോയിട്ട്, അല്ല ഉപ്പാ, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചെത്തേണ്ട കുറച്ച് സമയം പിടിക്കും കേട്ടാ. അങ്ങനെ മോൻ വാപ്പയോട് അനുവാദം വാങ്ങി സലാം പറഞ്ഞ് ഓടുകയാണ്. പടച്ചവനെ, എൻ്റെ കുട്ടി ഏത് സ്വർഗത്തിലേക്കാ? പിതാക്കളെ, എൻ്റെ ധീരിന്റെ പടയാളികളായ കൊച്ചനുജന്മാരെ, നിങ്ങളുടെ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ് വാപ്പാക്ക് സ്വർഗത്തിൽ പോയിട്ട് വല്ലതും കൊണ്ടുവരാൻ ഓടുന്നത്. ഉപ്പങ്ങനെ തഹയ്യുറായി അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. എൻ്റെ മോൻ ഏത് സ്വർഗത്തിലേക്കാണ് ആ കുട്ടിയങ്ങ് പോകുന്നത്? സ്വന്തം വീട്ടിൽ ഉമ്മാന്റെ ചാരത്ത് ചെന്നിട്ട്, ഉമ്മാ, അക്കാലൊന്ന് പൊക്കട്ടെയോ ഉമ്മ? ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മാ, ഈ പൊന്നുമകന് അവിടുത്തെ കാരൊന്ന് പൊക്കി കാണിച്ചു തരുമോ? ആ കാരൊന്ന് പൊക്കി തരുമോ? മോനെ, എന്തിനാണ് ഉമ്മയുടെ കാല് പൊക്കുന്നത്? ഉമ്മ കാലൊന്ന് പൊക്കിയാലും അസാധുവായ ഉമ്മ കാലൊന്ന് പൊക്കിയപ്പോൾ അവിടുന്ന് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് ഈ കുട്ടി കൈകൊണ്ട് വടിച്ചെടുത്ത് ഒരു കടലാസിലിട്ട് ചുരുട്ടിയിട്ട് ഓടി വന്ന്, ഉപ്പാ, ഹാദാ തുറാബുമ്മിൽ തുറാബിൽ ജന്ന, സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ. ഉപ്പാ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. എൻ്റെ സ്വർഗത്തിൽ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടി. ആ മണ്ണാണ് അജബൽ അജബാ. ലുഖ്മാൻ തങ്ങൾ ചോദിക്കുന്നു, മോനെ, മിൻ ഐന ജഅത ബിഹി, ഏത് സ്വർഗത്തിൽ നിന്നാണ് എൻ്റെ പൊന്നുമകന് മണ്ണ് കിട്ടിയത്? മിൻ തഹതി ഖദമി ഉമ്മി. ഉപ്പാ, വാപ്പ എന്നോട് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. എൻ്റെ സ്വർഗം എൻ്റെ ഉമ്മയുടെ കാലിൻ ചുവട്ടിലല്ലയോ? അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടി. ഞാൻ ആ മണ്ണാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മോനെ, ഉമ്മയുടെ കാലിൻ്റെ അടിയിൽ കാലിന്റെ ചുവട് സ്വർഗമാണെന്ന് ഉറപ്പിച്ച കരളെ, ഈ വാപ്പയുടെ കാലോ അൽവാലിദാരി ബാബാരി മിൽ അബ്വാബിൽ ജന്ന, അൽവാലിദാരി ബാബാരി മിൽ അബ്വാബിൽ ജന്ന. മോനെ, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രണ്ട് വാതിലുണ്ട്. ഒന്ന് നിന്റെ ഉമ്മയാൻ, രണ്ടാമത്തെ വാതിലിന്റെ ഉപ്പയുമാണ്. ഉമ്മയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച കരളെ, ഈ വാപ്പയുടെ കാലും സ്വർഗമാണെന്ന് ഉറപ്പിക്കണേ. ലുഖ്മാൻ തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ദീനിന്റെ മക്കളെ, ഇസ്ലാമിന്റെ ചുറുചുറുക്കുള്ള കുട്ടികളെ, നമ്മുടെ ഉമ്മ ഉപ്പ അവര് പാവങ്ങളാണ്. ആ പാവങ്ങളെ വേദനിപ്പിച്ച് ആ പാവങ്ങളെ വഷളാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി വീട്ടിലേക്ക് വരുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണുമായി പോകുന്നത്, നഊദു ബില്ലാഹ്, മോളെ, മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടുന്നതിന് തുല്യമാണ്. അരുത്, അരുത്, അരുത്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. എന്താണ് സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ഭാഗത്ത് മാതാപിതാക്കളുടെ മനസ്സു പൊട്ടിച്ച് ചാടിപ്പോകുന്ന, ചാടിച്ചു കളയുന്ന കുട്ടികൾ ഒരു പേടിയില്ല, ഒരു വിഷമില്ല, ഒരു ഷഫഖത്തുമില്ല, കൃപയുമില്ല. ഇവിടെയാണ് പരിസരങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നാം സൂക്ഷിക്കണം. ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. ഓ എൻ്റെ പിതാക്കളെ, ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുകയാണ്. എൻ്റെ പൊന്നു പിതാക്കളോട്, ഉമ്മമാരോട്
ഞാനൊരു വാക്ക് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, അല്ലയോ ഉമറേ, അല്ലയോ സിദ്ദീഖ്. അവിടുന്ന് പറഞ്ഞു, എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല പ്രത്യേകമായ ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. ധാരാളം ദുആകളുണ്ട്, പക്ഷേ നിർണായക ഘട്ടത്തിൽ കൈ നീട്ടിയാൽ അക്കൈ അല്ല തട്ടുകയില്ല. അതിനു പറ്റിയ നല്ലൊരു ദുആ എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ ദുആകളെല്ലാം മുഴുവൻ അമ്പിയാക്കളും ആ ദുആകൾ ചെലവഴിച്ചു. സ്വഹാബാ, കരീമുല്ലാഹി മൂസ ചൊല്ലണേ, കരീമുല്ലാഹി മൂസ. ഉറക്ക ചൊല്ലു മുസ്ലിമീങ്ങളെ, കരീമുല്ലാഹി മൂസ. 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളിൽ നിന്ന് കടഞ്ഞെടുത്ത 300-ൽ പരം വരുന്ന മുർസലീങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 25 പേരിൽ നിന്നും കടഞ്ഞെടുത്ത 5 പേരുണ്ടല്ലോ. ആ 5-ൽപ്പെട്ട മഹാനാണ് കരീമുല്ലാഹി മൂസ. മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയ സമയമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വല്ല വിഷമമുണ്ടായിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയപ്പോൾ അവിടുത്തെ മനസ്സ് പതറി തളരി, അവിടുത്തെ മനസ്സ് ഒന്ന് തടർന്നപ്പോൾ അവിടുത്തേക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേക ദുആ ചെലവഴിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയ വിഷമത്തിലേക്ക്, തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന ഘട്ടങ്ങൾ തൊട്ട് മറ്റു പല വിഷമങ്ങളിലേക്കും വലിച്ചിടുന്ന സമയത്ത് അവിടത്തേക്ക് അല്ലാഹു കൊടുത്ത ദുആ, അല്ലാഹു തആല കൊടുത്ത ദുആ ചെലവഴിച്ചു. അല്ലയോ ഉമറേ, എനിക്കെന്റെ റബ്ബ് നൽകിയ ദുആ ഞാൻ ഇന്ന് വരെ ചെലവഴിച്ചിട്ടില്ല. കേട്ടോളൂ എൻ്റെ കുട്ടികളെ, എൻ്റെ കാലുപൊട്ടി നെരിയാണി പൊട്ടി രക്തം മുടുകുമ്പോൾ റസൂലുള്ളയാണ് പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിച്ച സമയമുണ്ട്, വീണപ്പോൾ പോയതല്ല, അതല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടുപോയതുമല്ല. ആ പല്ല് തെറുപ്പിച്ചതാൽ, ആ പല്ല് തെറുപ്പിച്ചതാൽ ആ സമയത്ത് എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ദുആ ഞാൻ നടത്തിയില്ല, ഞാൻ ദുആ ചെയ്തില്ല. എൻ്റെ കഴുത്തിലേക്ക് കുടൽമാർ, എൻ്റെ കഴുത്തിലേക്ക് മറ്റു പലതും വലിച്ചിട്ടപ്പോൾ തലപൊക്കാൻ കഴിയാതെ വിഷമിച്ച സമയം എൻ്റെ പൊന്നുമകൾ ബീവി ഫാത്തിമ, ഫാത്തിമ എന്ന എൻ്റെ പൊന്നുമകൾ, ഫാത്തിമ എന്ന എൻ്റെ പൊന്നുമകൾ ഉപ്പാ വാ അബതാ, ഉപ്പാ എന്ന് വിളിച്ചിട്ട് എൻ്റെ അരികിലേക്ക് വന്ന എൻ്റെ പൊന്നുമകൾ അവിടുന്ന് കണ്ണീരൊടുക്കി. ഖദീജ ഉമ്മ, മുഅ്മിനീങ്ങളെ, ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കുമ്പോൾ റസൂലുള്ള വേറെ വല്ല ചിന്തയിലോ മറ്റോ ആണ് എങ്കിൽ ഞാൻ മെല്ലെ ചവിട്ടിൽ ചെന്ന് പറയും, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമ എന്ന് കേട്ടാൽ നബി തങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. റസൂലുള്ളാഹിക്ക് ഫാത്തിമ അങ്ങനെയാണ്. ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, ഫാത്തിമ മുത്തുനബി തങ്ങൾക്ക് അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റുന്നത്. ഓ സിദ്ദീഖ്, എനിക്ക് ആ സമയത്തും എൻ്റെ മകളുടെ കണ്ണീര് കണ്ട സമയത്തും റബ്ബ് എനിക്ക് നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ത്വായിഫിലേക്ക് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ ദുആ നടത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയെ വ്യഭിചാരാരോപണം നടത്തിയ സമയമുണ്ട്, അന്നൊന്നും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ഫഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി, ഫഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി. എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ എൻ്റെ പാവപ്പെട്ട ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, എൻ്റെ പാവപ്പെട്ട ഉമ്മത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മതാ അൽഖാ ഇഖ്വാനി, ഞാൻ എൻ്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ,
കുട്ടികളല്ലയോ തങ്ങളെ, ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എൻ്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൽ വഔലാദി, ആരാണ് എൻ്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണാത്ത, എൻ്റെ കൂടെ നിസ്കരിക്കാത്ത, എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് പാവങ്ങൾ എൻ്റെ വഫാത്തിന് ശേഷം വരും. അവർ പാവങ്ങളാണ് സ്വഹാബികളെ, അവർ സാധുക്കളാണ്. എന്നെ വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യൂല. ആ കുട്ടികളെ ഞാനൊന്ന് കണ്ടുമുട്ടും. നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ ദീനിൻ്റെ മക്കളെ, ആ നബി തങ്ങളുടെ കാലുപെട്ടി നെരിയാണി വെട്ടി രക്തം ഒഴുകുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അങ്ങയെ കല്ലെടുത്തെറിഞ്ഞ, അങ്ങയുടെ കഴുത്തിലേക്ക് മറ്റു പലതും വലിച്ചെറിഞ്ഞ ആ മനുഷ്യന് ഒന്ന് കേടായി ദുആ ചെയ്തുകൂടയോ? ഒന്ന് കേടായി ദുആ ചെയ്തുകൂടയോ? എൻ്റെ ഉമറേ, എൻ്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എൻ്റെ സന്തോഷം എത്രയാണ് ഉമറേ. നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ ഒരാൾക്ക് ഈമാനിൻ്റെ വെളിച്ചം കിട്ടി സ്വർഗത്തിൽ പോകുന്നത് കണ്ടാൽ എന്തൊരു സന്തോഷിക്കുന്ന ഉപ്പാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാലി അജലി ഫാത്തിമ, എൻ്റെ ഫാത്തിമാനെ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. ഒരു ദിവസം അവിടുന്ന് വല്ലാത്ത കരച്ചിൽ, നബിയേ, ആരെ ഓർത്തിട്ടാണ് കരയുന്നത്? ഖദീജാനെ ഓർത്തുവോ? ഇല്ലാ, ലാലി ഖദീജ വലാലി ആയിഷ, ലാകിൻ ലി അജലി ഉമ്മത്തി ദാബിൽ ഹസൻ, ലാകിൻ ലി അജലി ഉമ്മത്തി യാ ഉമ്മത്തി. എൻ്റെ ആയിഷാനെ ഓർത്തിട്ടല്ല. ഓ മലക്കുകളെ, എൻ്റെ ആയിഷാനെയോ ഖദീജയെയോ എൻ്റെ ഫാത്തിമാനൊന്നും ഓർത്തിട്ടല്ല, എൻ്റെ പാവപ്പെട്ട മക്കളെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ മനസ്സിലൊരു വേദന ഉണ്ടാക്കുന്ന, വ്യക്തിപരമായി എന്ത് സംഭവിച്ചാലും നേരത്തെ ഉപ്പാപ്പ നമുക്ക് നസീഹത്ത് നൽകി, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഒരിക്കലും നിങ്ങൾ നിരാശരാവരുത്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത്. എത്ര വ്യക്തിപരമായി സംഭവിച്ചാലും അല്ലാഹു തആല നമ്മെ കുടുക്കുകയില്ല, നമ്മെ തട്ടുകയില്ല. പക്ഷേ ദീനിനെ എങ്ങാനും വേദനിപ്പിച്ചാലോ? പരസ്യമായി എൻ്റെ മക്കളെ, കാസർഗോഡ് ജില്ലയിൽ പാരിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോനെ. ഒരു പുതിയാപ്പള പോകുന്ന രംഗം, LKG പഠിക്കുന്ന കുട്ടികളുടെ, ഏത് നാട്ടിലാണ് മഹാന്മാർ, മഹബത്തിന്റെ നാടാണ് കാസർഗോഡ് ജില്ല, മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പടത്തിന്റെ പ്രസരിപ്പുകാരോടും റസൂലുള്ളാഹിനെ മറന്നാലോ? LKG പഠിക്കുന്ന കുട്ടികളുടെ രൂപത്തിൽ മാത്രമല്ല, ജസീബിയിലൂടെ, മയ്യിത്തുകെട്ടിലൂടെ പുതിയാപ്പിളയും പുതുപ്പെണ്ണ് പോകുന്ന കാഴ്ചകൾ. ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ 12 ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ അറ പുതിയാപ്പിടെ കൂടെ പോയ കൂട്ടുകാരാണത്ര തച്ചു പൊളിച്ചു. ആരോട് പറയാൻ? ആരോട് പറയാൻ? ഒരു വർഷം മുമ്പ് പുതിയാപ്പിടെ തലയിലേക്ക് ചളിവെള്ളം മുടിച്ചു എന്ന് കൂട്ടുകാർ, പുതിയാപ്പിടെ കൂടെ പോകുന്നവർ ദീനിന്റെ മക്കളാണ്, ഈമാനിന്റെ വെളിച്ചം കിട്ടിയവരാണ്. അമുസ്ലിം കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പൊട്ടുവെച്ച ഹൈന്ദവ മക്കൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഉമ്മത്തിൽ കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മത്തിലാണ് മോനെ. ഇപ്പോൾ ഇതാ കേൾക്കുന്ന 4-5 കുട്ടികൾ ഒരു പാട്ടയിൽ മൂത്രമടിച്ചിട്ട് പുതിയാപ്പട തലയിലേക്ക് കുടിക്കുകയാണ്. എത്രേ മോനെ! അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന എത്രയായിരിക്കും? എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഭാവിയിലേക്കുള്ള ആമുഖമാണ് കല്യാണ ദിവസം. ആ കല്യാണ ദിവസത്തിലാണ് ഈ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ
നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന എത്രയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലെ പ്രയാസം ഈ ഉമ്മത്ത് കൊണ്ടാണല്ലോ കളിക്കുന്നത്, ഈ ഉമ്മത്തിലെ കുട്ടികളാണല്ലോ കളിക്കുന്നത്. മോളെ, പുതുപ്പെണ്ണും പുതിയാപ്പിളയുമായി ഇറങ്ങുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതാണ്. എന്നേക്കും ഭാവി നശിപ്പിക്കരുത് എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു. മോളെ,